നമസ്കാരം. രാഷ്ട്രീയത്തിൽ കള്ളന്മാർ വാഴുന്നു എന്ന് പറയാറുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം കള്ളന്മാരായവരാണ് പല രാഷ്ട്രീയക്കാരും. ഇന്നത്തെ പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ചില മാസപ്പടി കേസുകളിലും അഴിമതി കേസുകളിലുമൊക്കെ പെട്ടിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നാൽ കള്ളനായ ശേഷം രാഷ്ട്രീയത്തിലിറങ്ങിയ അല്ലെങ്കിൽ ഇറങ്ങാൻ തയ്യാറെടുത്ത ഒരാൾ നമുക്ക് അതിശയം തന്നെയായിരിക്കും, അല്ലേ? സമ്പന്നരായ VIP-കളുടെ വീടുകൾ മാത്രം തിരഞ്ഞെടുത്ത് മോഷണം നടത്തുക, അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് നാട്ടിൽ റോഡ് നിർമ്മിച്ച് നൽകുക, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തുക. എന്തൊരു സൽപ്രവൃത്തിയാണല്ലേ! എന്തായാലും ഇതൊരു സൽപ്രവൃത്തിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. ഇനി ആരാണ് ഈ കള്ളനെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലവനായൊരു കള്ളൻ, അതാണ് ബീഹാറിലെ സീതാമടിക്കാർക്ക് മുഹമ്മദ് ഇർഫാൻ. ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും 1 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും അടങ്ങിയ മുതൽ സമർത്ഥമായി മോഷ്ടിച്ച് കേരള പോലീസിന്റെ പിടിയിലായവൻ. കായംകുളം കൊച്ചുണ്ണിയെയും ഒന്നിലധികം സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുണ്ണി മീശ മാധവനെ പോലെ വെറുമൊരു സിനിമാ കഥാപാത്രം മാത്രമായിരുന്നില്ല. കൊച്ചുണ്ണി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് മുഹമ്മദ് ഇർഫാൻ. മീശ മാധവൻ കള്ളനായത് വെറുതെയല്ലെന്ന് പറയുന്നത് പോലെയാണ് ഇർഫാന്റെ കഥ. പെങ്ങൾക്ക് സ്ത്രീധനം നൽകാൻ 10,000 രൂപ കയ്യിലില്ലാതെ ഗതികെട്ടപ്പോഴാണ് ഇർഫാൻ ആദ്യമായി മോഷ്ടിക്കാൻ ഇറങ്ങിയത്. 2010-ലെ ആദ്യ മോഷണം പിടികൂടാതെ പോയതോടെ ഇർഫാന് ആത്മവിശ്വാസമായി. നാട്ടുകാരായ 10-12 ശിഷ്യന്മാരെ കൂട്ടി തസ്കര സംഘമുണ്ടാക്കി. ഡൽഹി, മുംബൈ, പൂനെ തുടങ്ങിയ വൻ നഗരങ്ങളിലായിരുന്നു പിന്നീടുള്ള ഓപ്പറേഷനുകൾ. ഇടയ്ക്കിടെ ആഡംബര കാറുകളിൽ നാട്ടിലെത്തുമ്പോൾ വൻ ബിസിനസ് എന്തോ തുടങ്ങിയെന്നാണ് നാട്ടുകാർ കരുതിയത്. ഗ്രാമത്തിലെ ചെറിയ വീടിന് പകരം ബംഗ്ലാവ് ഉയർന്നു. റോബിൻഹുഡിനെയും കായംകുളം കൊച്ചുണ്ണിയെയും ഓർമ്മിപ്പിക്കുന്ന നല്ലവനായ കള്ളൻ, അതായിരുന്നു ബീഹാറിലെ സീതാമടിക്കാർക്ക് മുഹമ്മദ് ഇർഫാൻ. നാട്ടിൽ ഭാര്യയ്ക്ക് വോട്ട് പിടിക്കുന്നത് പോലും നാട്ടുകാർക്ക് കൃത്യമായി ഉറപ്പു നൽകി അത് പാലിച്ചുകൊണ്ടാണ്. നാട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഭാര്യ മത്സരിച്ചതു തന്നെ. ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ സീതാമടി പുപ്രി വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഇർഫാന്റെ ഉറപ്പിലാണ്. ഇർഫാനെ ഭാവി MLA ആയാണ് സീതാമടിയിലെ ജനങ്ങൾ കാണുന്നത്. ഈ മോഹം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ഇർഫാൻ ഇപ്പോൾ കേരള പോലീസിന്റെ വലയിലാകുന്നത്. സീതാമടി ജോഗിയ ഗ്രാമത്തിലെ 7 ടാറിട്ട റോഡുകൾ ഇർഫാന്റെ സംഭാവനയാണ്. മോഷ്ടിച്ച് കിട്ടുന്ന സമ്പാദ്യത്തിൽ നല്ലൊരു പങ്ക് നാട്ടിലെത്തുമെന്നുള്ളത് കൊണ്ട് ഇർഫാൻ സീതാമടിയിൽ പോപ്പുലറാണ്. അയൽവാസിയായ പെൺകുട്ടിക്ക് ക്യാൻസർ ശസ്ത്രക്രിയയ്ക്ക് 20 ലക്ഷം രൂപ നൽകി ജീവൻ രക്ഷിച്ചതോടെ ഇർഫാന്റെ ജനപ്രീതി വാനോളം ഉയർന്നു. 50ഓളം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം ഇർഫാന്റെ സഹായത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഗുൽഷന്റെ കണക്ക്. ഇങ്ങനെ നല്ലവനായ കള്ളന്റെ ഇടപെടൽ ഈ ഗ്രാമത്തിൽ പലയിടത്തുമുണ്ട്. UP-യിലെ ഗാസിയാബാദിൽ കവിനഗറിലെ ഒരു ബംഗ്ലാവിൽ നിന്ന് 1.5 കോടി രൂപ കവർന്ന കേസിലാണ് ഇർഫാൻ ആദ്യമായി പിടിവീണത്. CCTV ക്യാമറകൾ ഇർഫാനെയും ശിഷ്യനെയും ചതിച്ചു. ഇർഫാനെ തപ്പി സീതാമടിയിലെത്തിയ UP പോലീസ് ഭാര്യ ഗുൽഷനെയും തസ്കര സംഘത്തിലെ 2 പേരെയും പൊക്കി. ഇർഫാന്റെ ബിസിനസ് രഹസ്യം അതോടെ നാട്ടിൽ പാട്ടായി. ഭാര്യയും കേസിൽ പ്രതിയായതോടെ ഇർഫാൻ പോലീസിൽ കീഴടങ്ങേണ്ടി വന്നു. ഇർഫാനെ യഥാവിധി ചോദ്യം ചെയ്ത UP പോലീസ് VIP വസതികളിലെ മോഷണക്കഥകൾ കേട്ടു നടുങ്ങി. ഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വസതിയിൽ നിന്ന് 65 ലക്ഷം രൂപ മോഷ്ടിച്ചെന്ന ഇർഫാന്റെ മൊഴി അനുസരിച്ചാണ് പോലീസ് ജഡ്ജിയെ ചെന്നു കണ്ടത്. കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജഡ്ജി പോലീസിനെ തിരിച്ചയച്ചു. കള്ളപ്പണ കേസിൽ പ്രതിയാകുമെന്ന ഭയത്തിൽ ഇർഫാനോട് ക്ഷമിച്ച സന്മനസ്സുള്ള പണക്കാർ വേറെയും ഉണ്ടായി. തസ്കര ജീവിതം ഊർജിതമായി തുടരാൻ ഇർഫാന് പ്രോത്സാഹനം പകരുന്നതായിരുന്നു VIP വസതികളിലെ മോഷണാനുഭവങ്ങൾ. ആഡംബര കാറുകളിൽ മോഷണ മുതലുമായി ഗമയിൽ മുങ്ങുന്ന ഇർഫാന്റെ വാഹനം തടഞ്ഞു പരിശോധിക്കാൻ സാധാരണ പോലീസുകാർക്കും ധൈര്യമുണ്ടാകില്ല. രാജ്യത്തെ കുപ്രസിദ്ധ മോഷ്ടാവായ ഭർത്താവിന്റെ പേരിൽ വോട്ട് ചോദിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ ഗുൽഷന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇർഫാൻ MLA ആകണം എന്നുള്ളത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭർത്താവ് മുഹമ്മദ് ഇർഫാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നായിരുന്നു തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ ഗുൽഷൻ പ്രതികരിച്ചത്. താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഭർത്താവ് തന്നോട് പറഞ്ഞതായും 3 വർഷങ്ങൾക്ക് മുൻപ് ഗുൽഷൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭാര്യയോട് പറഞ്ഞ വാക്ക് മുഹമ്മദ് ഇർഫാൻ പാലിച്ചില്ല. ഭാര്യ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചിട്ടും ബീഹാർ റോബിൻഹുഡ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഇർഫാൻ രാജ്യത്തെ പല ഭാഗങ്ങളിലായി മോഷണം തുടർന്നു. ജോഷിയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ ഇർഫാൻ 1 കോടിയോളം രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങളുമായി കടന്നു കളഞ്ഞു. എന്നാൽ മോഷണം നടന്ന 24 മണിക്കൂറിനുള്ളിൽ ബീഹാർ റോബിൻഹുഡിനെ കേരള പോലീസും കർണാടക പോലീസും ചേർന്ന് പൂട്ടി. മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ റോബിൻഹുഡ് ഉടുപ്പിയിൽ വെച്ച കർണാടക പോലീസിന്റെ പിടിയിലായി. നഗരങ്ങളിൽ സമ്പന്നർ താമസിക്കുന്ന കോളനികളും പാർപ്പിട സമുച്ചയങ്ങളുമാണ് ഇർഫാൻ മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത്. വെറും ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചു പോലും ഇയാൾ വീടിന്റെ ജനലോ വാതിലോ തകർത്ത് അകത്തുകയറും. പുലർച്ചെ 1 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയമാണ് മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത്.
ഗാസിയാബാദിലെ ഒരു വീട്ടിൽ നിന്ന് ഏകദേശം 1.5 കോടിയുടെ വസ്തുക്കളാണ് ഇർഫാൻ മോഷ്ടിച്ചത്. ഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് 65 ലക്ഷം രൂപയും കവർന്നിരുന്നു. 2016-ൽ നോട്ട് നിരോധനത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ കവർച്ച. ആഡംബര കാറുകളിൽ സഞ്ചരിച്ച് ആഡംബര വീടുകൾ കൊള്ളയടിക്കുന്നതാണ് പ്രതിയുടെ രീതി. നേരത്തെ സ്ഥിരമായി ജാഗ്വാർ കാറിലായിരുന്നു ഇയാളുടെ യാത്ര. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെത്തിയപ്പോൾ അത് ഹോണ്ട അക്കോർഡിലായി. ഈ കാറിൽ ജില്ലാ പരിഷത്ത് പ്രസിഡന്റ് സീതാമണി എന്ന ചുവന്ന ബോർഡും ഘടിപ്പിച്ചിരുന്നു. തൻ്റെ ഭർത്താവ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് ഒരിക്കലും തൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല എന്നായിരുന്നു 2021-ൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൺ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കില്ല, ഒരിക്കലും കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, സഹായം ആവശ്യമുള്ളവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് എല്ലാം ചെയ്തത്, ഗുൽഷൻ പറയുന്നു. മോഷണ മുതലിൽ നിന്ന് ഒരു വിഹിതം ഉപയോഗിച്ച് ഗ്രാമത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതായിരുന്നു ഇർഫാന്റെ രീതിയെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങളെല്ലാം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തം ഗ്രാമമായ ജോഗിയയിലും സമീപ പ്രദേശങ്ങളിലുമായി 1 കോടി രൂപ ചിലവാക്കി 7 റോഡുകളാണ് ഈ മോഷ്ടാവ് നിർമ്മിച്ചു നൽകിയത്. ഇതിനു പുറമെ ഒട്ടേറെ പെൺകുട്ടികളുടെ വിവാഹത്തിനും രോഗികളുടെ ചികിത്സയ്ക്കും ഇയാൾ പണം നൽകി സഹായിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ 2021-ൽ ഗുൽഷൻ പർവീൺ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇർഫാന്റെ പേരിലാണ് വോട്ട് ചോദിച്ചത്. ഗുൽഷന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും രാജ്യത്തെ കുപ്രസിദ്ധ മോഷ്ടാവായ ഭർത്താവിന്റെ ചിത്രവും ഫോൺ നമ്പരും ഉണ്ടായിരുന്നു. എന്തായാലും തീവണ്ടി എഞ്ചിൻ അടയാളത്തിൽ ഇർഫാന്റെ ഭാര്യ പർവീൺ പുല്ലുപോലെ ജയിച്ചു കയറി. ഗ്രാമത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് തനിക്കല്ല, തന്റെ ഭർത്താവിനാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഗുൽഷന്റെ പ്രതികരണം. 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഭർത്താവിനാണെന്നായിരുന്നു ഗുൽഷൻ പറഞ്ഞിരുന്നത്. ഒരിക്കൽ മോഷണത്തിന് ഭർത്താവിനെ സഹായിച്ചെന്ന കുറ്റത്തിന് ഗുൽഷനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരഭിപ്രായം പറഞ്ഞോട്ടെ, മോഷണം ഒരു കുറ്റകൃത്യം തന്നെയാണ്, സമ്മതിച്ചു. ജനങ്ങളെ പറ്റിച്ചും അല്ലാതെയും ചുരുക്കം ചില ആളുകൾ പണക്കാരായി പണം കുന്നുകൂട്ടുമ്പോൾ അതെടുത്ത് സമൂഹത്തിൽ വിതരണം ചെയ്യാൻ പാടുപെടുന്ന ഇർഫാൻ ഒരു തെറ്റാണോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ തന്നെ കണ്ടെത്തുക.